പത്തനംതിട്ട കൂടൽപ്പാടത്ത് യുവാവ് ഭാര്യയെയും സുഹൃത്തിനെയും വെട്ടിക്കൊന്നു. വൈഷ്ണവി, അയൽക്കാരൻ വിഷ്ണു എന്നിവരാണ് കൊല്ലപ്പെട്ടത്. വൈഷ്ണവിയുടെ ഭർത്താവ് ബൈജു കസ്റ്റഡിയിലാണ്. അയൽക്കാരനായ വിഷ്ണുവിന്റെ വീട്ടിലായിരുന്നു കൊലപാതകം നടന്നത്. ശശിനാരായണൻ ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ശശി, എന്തായിരുന്നു ഈ കൊലയിലേക്ക് നയിച്ച സാഹചര്യം? പക്ഷേ ഇതിലേക്ക് കൊലപാതകവുമായി ഇരട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട പോലീസിന്റെ എഫ്ഐആറിലുള്ളത് ഈ വൈഷ്ണവിയും വിഷ്ണുവാണ് കൊല്ലപ്പെട്ടത്. ഈ വൈഷ്ണവി, ഭർത്താവ് ബൈജുവാണ് ഈ രണ്ടുപേരെയും കൊലപ്പെടുത്തിയത്, വൈഷ്ണവിയും വിഷ്ണുവിനെയും. വിഷ്ണു സുഹൃത്താണ് എന്നാണ് പറയുന്നത്. എന്തായാലും ഈ കൊലപാതകത്തിന് കാരണമായി പറയുന്നത് ചില സാമ്പത്തിക ഇടപാടുകൾ വൈഷ്ണവിയും വിഷ്ണുവും തമ്മിലുണ്ടായിരുന്നു. അതേ ചൊല്ലിയുള്ള ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കാര്യത്തിലൊക്കെ ഭർത്താവ് ബൈജുവിന് ചില സംശയങ്ങൾ ഭാര്യയുടെ മേലുണ്ടായിരുന്നു. അതാണ് കൊലപാതകത്തിലേക്ക് നയിക്കാൻ കാരണമെന്നുള്ളതാണ് പോലീസിന്റെ എഫ്ഐആറിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്നലെ രാത്രി 11 മണിക്കാണ് ഈ രണ്ടുപേരെയും, വൈഷ്ണവിയെയും വിഷ്ണുവിനെയും, ഭർത്താവ് ബൈജു വെട്ടിക്കൊലപ്പെടുത്തിയത്. അയൽവാസിയാണ് വിഷ്ണു, മരണമടഞ്ഞ വിഷ്ണു. ഇന്നലെ രാത്രി സാമ്പത്തിക വിഷയവുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ വീട്ടിലുണ്ടാവുന്നു. തുടർന്ന് വൈഷ്ണവി ഓടി ഈ വിഷ്ണുവിന്റെ വീട്ടിലേക്ക്, തൊട്ടടുത്ത അയൽവാസിയാണ് വിഷ്ണുവിന്റെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ കൊടുവാളുമായി കൂടെ എത്തിയ ബൈജു വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു രണ്ടുപേരെയും എന്നാണ് പോലീസിന്റെ എഫ്ഐആറിൽ സൂചിപ്പിക്കുന്നത്. ഇത് പ്രധാനമായി ഇപ്പം പറയുന്ന പ്രധാനമായുള്ള കാര്യം ചില സാമ്പത്തിക തർക്കങ്ങൾ വൈഷ്ണവിയും വിഷ്ണുവും തമ്മിലുണ്ടായിരുന്നു. അതായത് വൈഷ്ണവി വിഷ്ണുവിന് വീട് പണിയുന്നതിന് വേണ്ടി ചില ലോണുകളൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത്തരം ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അത് ചില മോശപ്പെട്ട ബന്ധമായി ഭർത്താവ് ബൈജു സംശയിച്ചിരുന്നു. ആ സംശയമാണ് പിന്നീട് കൊലപാതകത്തിന് കാരണമായി മാറിയതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഏതായാലും ക്രൂരമായ ഒരു കൊലപാതകം തന്നെയാണ് ഉണ്ടായത്. പക്ഷേ ഈ വിഷ്ണുവും ബൈജുവും സുഹൃത്തുക്കളാണ്. അവരൊന്നിച്ച് കഴിഞ്ഞ ദിവസം പണിക്കും ജോലിക്കൊക്കെ പോയിട്ടുള്ളവരാണ്, സുഹൃത്തുക്കളുമാണ്. തൊട്ടടുത്ത വീടുകളാണ്. അതായത് വിഷ്ണു വാടകയ്ക്ക് താമസിക്കുന്ന വീട് തൊട്ടടുത്ത ഈ ബൈജുവിന്റെയും വൈഷ്ണവിയുടെയും വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. സുഹൃത്തുക്കളാണ്, ഇവർ ഒന്നിച്ച് ജോലിക്ക് പോകുന്ന ആളുകളാണ്. പക്ഷേ ചില സാമ്പത്തിക ഇടപാടുകൾ ഈ വൈഷ്ണവിയും വിഷ്ണുവും തമ്മിൽ ഉണ്ടായിരുന്നു. അതിൽ ചില സംശയം ഭർത്താവ് നിലയ്ക്ക് ബൈജുവിനുണ്ട്. ആ സംശയത്തെ സംബന്ധിച്ച് ചൊല്ലിയുള്ള തർക്കങ്ങൾ വീട്ടിലുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെയും വഴക്കുണ്ടായി. ആ വഴക്കുണ്ടാകുന്ന സമയത്താണ് വൈഷ്ണവി വീട്ടിൽ നിന്നും ഓടി ഈ വിഷ്ണുവിന്റെ അടുത്ത് എത്തുകയും വിഷ്ണു അത് തടസ്സം പിടിക്കാൻ ചെല്ലുകയൊക്കെ ചെയ്തു. ആ തർക്കവും കാര്യങ്ങളുമാണ് ഈ വൈഷ്ണവിയെ വെട്ടിക്കൊലപ്പെടുത്താനും ഒപ്പം വിഷ്ണുവിനെ വെട്ടിക്കൊലപ്പെടുത്താനും ഉണ്ടായ കാരണമായി മാറിയത്. എന്തായാലും വൈഷ്ണവി സംഭവ സ്ഥലത്തും വിഷ്ണുവിനെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിലുമാണ് മരണമടഞ്ഞിട്ടുള്ളത്. രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലാണ് ഉള്ളത്. വിഷ്ണു തന്നെയാണ് പോലീസിനെ വിളിച്ച് അറിയിക്കുകയും പോലീസ് വന്ന് വിഷ്ണു സംഭവ സ്ഥലത്തുണ്ടായിരുന്നു. ബൈജു തന്നെയാണ് പോലീസിനെ വിളിച്ചറിയിക്കുന്നത്. അങ്ങനെ പോലീസ് വരുമ്പോൾ തന്നെ സംഭവ സ്ഥലത്തുണ്ടായ ബൈജുവിനെ കൂടുതൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വിശദമായ ഒരു അന്വേഷണം പോലീസ് ഇക്കാര്യത്തിൽ നടത്തുന്നുണ്ട്. കാരണം മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. തൊട്ടടുത്ത ഗ്രാമപ്രദേശമാണ് പാടം എന്ന് പറയുന്നത്, ചെറിയൊരു ഗ്രാമപ്രദേശമാണ്. ആ പ്രദേശത്ത് ഇത്തരം ഒരു സംഭവം ഉണ്ടായാൽ ഏതെങ്കിലും തരത്തിൽ മറ്റ് ഇടപെടലുകളോ മറ്റു കാര്യങ്ങളോ ഈ കൊലപാതകത്തിന് പിന്നിൽ ഉണ്ടോ എന്നുള്ള കാര്യം കൂടി പോലീസ് പരിശോധിക്കുകയാണ്. എന്തായാലും എഫ്ഐആറിൽ സൂചിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ വൈഷ്ണവിയും വിഷ്ണുവും തമ്മിലുള്ള ചില ബന്ധങ്ങൾ, സംശയങ്ങൾ ഭർത്താവിനുണ്ടായിരുന്നു. അതാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസിന്റെ എഫ്ഐആറിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ബന്ധുക്കൾ ഇപ്പോൾ പറയുന്ന ചില സാമ്പത്തിക തർക്കം ഉണ്ടായിരുന്നു. ചില ലോണുകൾ, വായ്പകളൊക്കെ വൈഷ്ണവി വിഷ്ണുവിന്റെ അടുത്ത് നൽകിയിരുന്നു. അതിനെ ചൊല്ലിയുള്ള തർക്കം വീട്ടിൽ കുടുംബകലം ഉണ്ടായിരുന്നു. ബൈജു ഇത് ചോദ്യം ചെയ്തിരുന്നു. ഭർത്താവ് ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ട തർക്കം പിന്നീട് അത് കൊലപാതകത്തിലേക്ക് മാറുകയായിരുന്നുള്ളതാണ് ബന്ധുക്കളൊക്കെ ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. അത്തരത്തിൽ ഒരു രീതിയിലാണ് ഈ കൊലപാതകത്തെ സംബന്ധിച്ച് പോലീസ് നൽകുന്ന വിവരം. എന്തായാലും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലാണ് ഈ രണ്ടുപേരുടെയും മൃതദേഹങ്ങളുള്ളത്. പോസ്റ്റ്മോർട്ടം ശേഷമായിരിക്കും സംസ്കാര നടപടികൾ പോവുക. കാര്യമായ വിവരങ്ങൾ കൂടി മറ്റെന്തെങ്കിലും സാധ്യതകൾ, ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്നുള്ള കാര്യം കൂടി പോലീസ് അന്വേഷിച്ചു വരികയാണ്. അഭിലാഷ്. യെസ്, ഒപ്പം പ്രദേശവാസികൾക്ക് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളത് എന്നത് കൂടി നമുക്ക് കേൾക്കാം. ബൈജു അവരുടെ ഇതിലേ ഉള്ളൂ, അല്ലാതെ ഈ ബൈജു വിഷ്ണുവായിട്ട് സാമ്പത്തിക ഏർപ്പാടോ മറ്റു കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. ഒരു തമ്മിൽ ഒന്നിച്ച് പണിക്ക് പോകുന്നു, വരുന്നു. അവർ കൂട്ടുകാർ തന്നെ, അവർ ഒന്നിച്ചാണ് പഠിച്ചതും, ഒരേ പ്രായക്കാരും അവർ രണ്ടുപേരും. പ്രായം അങ്ങനെ വ്യത്യാസങ്ങളൊന്നും ഉള്ളവരല്ല.
ഇതെന്താണെന്നുള്ളത് അറിയത്തില്ല. ഇവർ പണിയും കഴിഞ്ഞ് വന്ന് വെച്ച് ഏതാണ്ട് എന്നെ വിളിച്ചറിയിക്കുന്ന സമയം നോക്കുമ്പോൾ ഏതാണ്ട് ഒരു 10-10:45 മണി ആയപ്പോഴായിരിക്കും ഇവർ ഇവിടുന്ന് അവിടെ ചെന്നിട്ടാണ് ഈ സംസാരവും കാര്യങ്ങളും ഉണ്ടായേക്കുന്നത്. ആ പയ്യൻ്റെ വീട്ടിൽ ചെന്നിട്ടാണ് ഈ വഴക്കോ കാര്യങ്ങളും ഉണ്ടായേക്കുന്നത്. കാര്യം ഇവിടെ വെച്ച് വൈജുവും വിഷ്ണുയോ അവളുമായിട്ട് വഴക്കുണ്ടായിട്ട് നമുക്കറിയത്തില്ല. കാര്യം അറിയത്തില്ലെന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഇവിടെ വന്നിട്ട് നമ്മൾ ആരോടും ചോദിച്ചു അറിയാൻ പറ്റുന്നൊരു മാർഗ്ഗമില്ല. ഈ 11 മണിക്ക് ആരോട് ചോദിച്ചറിയാൻ എന്തോ സംഭവിച്ചതെന്ന്. പിന്നെ കണ്ടെന്ന് പറയുന്നത് വൈജുവിൻ്റെ അമ്മയാണ്. അവർക്ക് ആ ചുറ്റുപാടിൽ നമ്മൾ എന്തോ അവരോട് ചോദിക്കാൻ പറ്റുന്നത്, എന്തോ അറിയാൻ പറ്റും. ഇല്ല അവരങ്ങനെ വഴക്കും കാര്യങ്ങളും ഒന്നുമില്ല. അവർ പറഞ്ഞല്ലോ, അവർ അന്ന് തൊട്ട് അവരൊന്നിച്ച് ജോലിയും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ട് വരുന്ന ആൾക്കാരായി. അന്നും ഈ സംഭവം നടക്കുന്നതിൻ്റെ അന്നും അവർ പണിയും കഴിഞ്ഞ് രാത്രി 9 മണി എങ്ങാണ്ട് കഴിഞ്ഞാൽ റോഡിൽ നിന്ന് കയറി ഇവരെല്ലാം കൂടെ പോന്നിട്ടുള്ളൂ. പിന്നെ അല്ലാതെ ഉള്ള എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ കാര്യങ്ങളുണ്ടോ എന്നുള്ളതിനെ പറ്റി നമുക്കറിയത്തില്ല. അവർ തമ്മിൽ ഇടയ്ക്കും വഴക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതങ്ങനെ പല പ്രാവശ്യം നമ്മളിവിടെ വന്നിട്ടുമുണ്ട്. ഞാൻ വിളിച്ച് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയതുമാണ്. എൻ്റെ മോളെ 2 പിള്ളേരെ ഞാൻ വിളിച്ചുകൊണ്ട് പോയി. പിന്നെ 2-3 ദിവസം കഴിഞ്ഞ് അവർക്ക് വേണ്ടപ്പെട്ടവരോട് വന്ന് കോൺഫറൻസിലൊക്കെ ആക്കി വീണ്ടും വന്നു. അത് കഴിഞ്ഞ് വീണ്ടും വഴക്കുണ്ടായിട്ടുണ്ട്. അത് എന്നെ വിളിച്ച് ഈ വഴക്കുണ്ടായേക്കുന്നതെല്ലാം ഈ സാമ്പത്തിക ഏർപ്പാടും കാര്യങ്ങളും വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ വന്നപ്പോഴാണ് ഇവിടുത്തെ അയൽക്കൂട്ടത്തിലെ പൈസ എടുത്തു അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു. അങ്ങനെ വരുന്ന സമയത്ത് രാത്രി അതൊരു 10-11 മണി ആയപ്പോൾ എന്നെ വിളിക്കുന്നു. ഞാനിവിടെ വന്നു കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ 10-15 പേര് അയൽക്കൂട്ടത്തിലെ പെണ്ണുങ്ങൾ ഇവിടെ വന്ന് ഈ പൈസയ്ക്ക് ഇരിക്കുന്നിടത്ത് രാത്രിയിൽ അവരോട് എന്തോ മര്യാദയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ 1,46,000 രൂപ നമ്മൾ കൊടുക്കാമെന്ന് ഏറ്റു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഇവള് എൻ്റെ ഭാര്യയെ കൊണ്ട് എൻ്റെ മോള് ലോൺ എടുപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ അടയ്ക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ തന്നെ ഇപ്പോഴും ചെയ്യുന്നത്. ഇവർ വഴക്ക് നടക്കുമ്പോൾ പിള്ളേർ ഇവിടെ ഉണ്ട്. പിള്ളേർ ഉറങ്ങിക്കിടക്കുമോ? ഞങ്ങളിവിടെ വരുമ്പോൾ പിള്ളേർ ഉറങ്ങി. ഇവിടെ ആരുമില്ല, പിള്ളേർ 2 ഉള്ളൂ. വൈജുവും പിന്നെ എൻ്റെ മോളും പിള്ളേരും ഉള്ളൂ ഇവിടെ ഇപ്പോൾ ഉള്ളത്. വൈജുവിൻ്റെ തള്ള ഇവിടെ ഇല്ല, അവർ തിരുവനന്തപുരത്തെങ്ങാണ്ട് പോയപ്പോൾ. അപ്പോൾ ഞങ്ങളിവിടെ ഇത് സംഭവം അറിഞ്ഞ് വരുമ്പോൾ ഈ പിള്ളേർ 2 തന്നെ ഇവിടെ ഉള്ളൂ. വൈജു വന്നേരം ഞങ്ങൾ വരുമ്പോൾ വൈജു അവിടെ ഇല്ല. സംഭവം കഴിഞ്ഞിട്ടാണ് ഇവിടെ മാറിയൊന്നും എനിക്കറിയത്തില്ല. ഇപ്പോൾ പ്രാദേശിക മാധ്യമ പ്രവർത്തകൻ ഷാജി കൂടി ടെലിഫോൺ ലൈനിൽ ഉണ്ട്. ഷാജി, കുടുംബത്തിൻ്റെ തർക്കം അത് സാമ്പത്തികത്തെ ചൊല്ലിയുള്ള തർക്കമായിരുന്നു എന്നാണ് പ്രദേശവാസികളിൽ നിന്ന് മനസ്സിലാകുന്നത്. പക്ഷേ അപ്പോഴും ഇങ്ങനെയൊരു കൊലപാതകത്തിലേക്ക് എത്തുന്ന തരത്തിൽ ഈ തർക്കം ഉണ്ടായത് എങ്ങനെയാണ് എന്ന് അവർക്കും വ്യക്തതയില്ല. എന്താണ് മറ്റു വിവരങ്ങൾ? ഹലോ ഷാജി, കേൾക്കാമോ? പറഞ്ഞോ. ഈ പ്രദേശവാസികളുടെ പ്രതികരണത്തിൽ ഈ സാമ്പത്തികമായി ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ഭാര്യയും ഭർത്താവും അതിൽ ഈ വിഷ്ണുവിനെ സഹായിച്ചതിന് എതിർപ്പുണ്ടായിരുന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. എങ്കിലും ഈ കൊലപാതകത്തിലേക്ക് എത്തുന്ന തരത്തിൽ ഈ തർക്കം എങ്ങനെ സംഭവിച്ചു എന്ന് അവർക്കും അറിയില്ല. എന്താണ് മറ്റു വിവരങ്ങൾ? ഇതാണ് ഞങ്ങളെയും അലട്ടുന്ന ഒരു വിഷയമാണ്. രാവിലെ ഇത് കേട്ടപ്പോൾ തന്നെ, രാത്രി ഒരു 11:30 കേട്ടപ്പോൾ തന്നെ ഞങ്ങൾ നല്ല വിശ്വസിക്കാൻ പറ്റില്ല ഈ വിഷയം. പക്ഷെ ഇവർ തമ്മിൽ നല്ല കൂട്ടുകാരായിരുന്നു. ഒന്നിച്ച് ജോലി ചെയ്യുന്നു, ഒന്നിച്ച് വരുന്നു, ഒന്നിച്ചൊരു ബൈക്കിൽ പോകുന്നു, ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. പിന്നെ ഇവരുടെ ഇടയിൽ എന്ത് സംഭവിച്ചെന്നും അറിയുന്നില്ല. അല്ല, ഇവരെ തമ്മിൽ ചെറിയ വൈഷ്ണവിയുടെ വൈഫ് ഫാദർ പറയുന്ന അനുസരിച്ച് ചെറിയ സാമ്പത്തിക വിഷയം, മൈക്രോ ഫിനാൻസുമായിട്ടുള്ള എടുത്തതിന് തമ്മിലുള്ള വിഷയങ്ങൾ വിഷ്ണു ബൈജുവിന് എടുത്തു കൊടുക്കുകയോ അല്ലെങ്കിൽ വിഷ്ണു ഇങ്ങനെയുള്ള ചെറിയൊരു പ്രശ്നങ്ങളേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഇവർ ഒന്നിച്ചുള്ള കൂട്ടുകാരല്ല, ഒരുമിച്ച് നടക്കുന്നവരാണ്. മിനിഞ്ഞാന്ന് പോലും അവർ ഒന്നിച്ച് വന്ന് കടയിൽ വന്ന സാധനങ്ങൾ പർച്ചേസ് ചെയ്തുകൊണ്ട് പോയതാണ്. അപ്പം ഇവരിടയിൽ ഇങ്ങനൊരു വിഷയം വരാൻ നമുക്ക് എന്തോന്നും അറിയില്ല കാരണങ്ങൾ. നല്ല വിഷമമുണ്ട് ഈ ഒരു കാര്യത്തെ പറ്റി. രാവിലെ ഇപ്പൊ വാർത്തകളെല്ലാം കേൾക്കുന്ന ഇങ്ങനെയാണല്ലോ. വളരെ നന്ദി ഷാജി പ്രതികരിച്ചതിന്. എന്തായാലും എന്താണ് ഈ കൊലപാതകത്തിലേക്ക് എത്തിച്ചത് എന്നതിൽ വ്യക്തതയില്ല. പക്ഷെ സാമ്പത്തികമായ ഇടപാടുകളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശശിനാരായണൻ തുടരുന്നുണ്ട്. ശശി, പോലീസ് സംഭവ സ്ഥലത്തെത്തി മറ്റ് നടപടിക്രമങ്ങൾ, ഇപ്പോൾ മൃതദേഹം എവിടെയാണ്? ഈ രണ്ടുപേരുടെയും മൃതദേഹം എവിടെയാണുള്ളത്? ഭർത്താവ് ബൈജു കസ്റ്റഡിയിലായിട്ടുണ്ട്. എന്താണ് മറ്റു വിവരങ്ങൾ?
അഭിലാഷ്, രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ പത്തനം ജലാശയത്തിലാണുള്ളത്. എന്തായാലും ഈ മരണവുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശവാസികൾക്കെല്ലാം അത്ഭുതത്തോടെയാണ് കാണുന്നത്. കാരണം ഇവർ തമ്മിൽ സുഹൃത്തുക്കളാണ്, സുഹൃത്തുക്കളാണ്, ഒന്നിച്ച് ജോലിക്ക് പോകുന്നവരാണ്, ഒരേപോലെ വരുന്ന ആളുകളാണ്. അത്തരത്തിൽ ഇവർ നേരിട്ടൊരു വഴക്കോ കാര്യങ്ങളോ ഈ പ്രദേശവാസികൾ ആരും കണ്ടിട്ടില്ല. പക്ഷെ അതേസമയം വീട്ടിൽ നിരന്തരം ചില പ്രശ്നങ്ങൾ ഈ ബൈജുവും ഈ വൈഷ്ണവിയും തമ്മിൽ വീട്ടിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് പലപ്പോഴും ഈ വൈഷ്ണവിയുടെ പിതാവ് തന്നെ ഇത് പ്രശ്നം പരിഹരിക്കാൻ വീട്ടിലെത്തുകയും പിന്നീട് കുട്ടികളെ വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയും പിന്നീട് അത് പരിഹരിച്ച് വീട്ടിൽ ഒന്നിച്ച് താമസിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്തായാലും ഇത്തരം ഒരു കൊലപാതകത്തിലേക്ക് കാരണമായ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും അത് ചില സാമ്പത്തിക ഇടപാടുകളും നാം നേരത്തെ സൂചിപ്പിച്ചുകൊണ്ട് പോലീസിന്റെ എഫ്ഐആർ പറയുന്ന ചില സംശയങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഇത്തരം കൊലപാതകത്തിലേക്ക് പോയതെന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. പക്ഷെ നാട്ടുകാർ അക്കാര്യത്തിൽ വിശ്വസിക്കുന്നില്ല. കാരണം ഇവർ സുഹൃത്തുക്കളാണ്, ഒന്നിച്ച് പഠിച്ചവരാണെന്നൊക്കെയാണ് നാട്ടുകാർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതനുസരിച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അത്തരം കാര്യങ്ങളാണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. എന്തായാലും ഇത് തീർച്ചയായും ഈ സാമ്പത്തിക ഇടപാട് ഇതിനകത്തുണ്ടായിട്ട് ചില കുടുംബശ്രീയുടെ ലോണുകളും കാര്യങ്ങളൊക്കെ ഈ വിഷ്ണു എടുത്ത് സഹായിച്ചിട്ടുണ്ട്. അതിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ വീട്ടിൽ നിരന്തരം ഉണ്ടാകാറുണ്ട്. അത് ബൈജു ചോദ്യം ചെയ്തിരുന്നു. അത്തരം കാര്യങ്ങൾ വീട്ടിൽ ഉണ്ടായിരുന്നു. അത് പലപ്പോഴും ആ തർക്കങ്ങളിലേക്ക് പോയിരുന്നു. ആ സമയങ്ങളിലൊക്കെ വൈഷ്ണവി വീട്ടിലേക്ക് പിന്നീട് വിഷ്ണുവിയുടെ പിതാവ് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോയി പിന്നെ രമ്യമായി പരിഹരിച്ച് വീണ്ടും ഒന്നിച്ച് താമസിക്കുന്ന സാഹചര്യം ഉണ്ടായി. അത്തരത്തിലൊരു സാഹചര്യം ഇന്നലെയും ഉണ്ടായിട്ടുണ്ട്, ഇന്നലെയും വഴക്കുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കരുതുന്നത്. ആ സമയത്താണ് ഈ വൈഷ്ണവി ഓടി വിഷ്ണുവിന്റെ വീട്ടിലേക്ക് എത്തുന്നത്. അവിടെ വെച്ചാണ് ഈ കൊലപാതകം കൊടുവാള് കൊണ്ട് ഈ വൈഷ്ണവിയെ വെട്ടുന്നത്. അത് തടസ്സം പിടിക്കാൻ വിഷ്ണു എത്തുകയും വിഷ്ണുവിനെയും സ്ഥലത്ത് വെച്ച് വെട്ടുകയും ചെയ്തു. എന്തായാലും എന്തായാലും എന്താണ് സംഭവിച്ചത് എന്നതിലൊക്കെ കൂടുതൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. ബൈജു